അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈജിപ്ഷ്യൻ എഞ്ചിനീയർ ഡോക്ടർ മുഹമ്മദ് കമാൽ ഇസ്മായിൽ മസ്ജിദ് നബവി രൂപകൽപ്പന ചെയ്യുമ്പോൾ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ ഞെട്ടിച്ച ഒരു അത്ഭുതകരമായ സംഭവത്തിന് അദ്ദേഹം സാക്ഷിയായി. ആ കഥ കേൾക്കുമ്പോൾ നിന്റെ കണ്ണുകൾ നനയാതിരിക്കില്ല. പ്രിയപ്പെട്ട കാഴ്ചക്കാരെ, മുഹമ്മദ് കമാൽ ഒരു ഈജിപ്ഷ്യൻ നിവാസിയായിരുന്നു. വാർത്തകളുടെയും പൊതുശ്രദ്ധയുടെയും ലോകത്തിൽ നിന്ന് എപ്പോഴും അകന്നുനിന്നവർ. സോഷ്യൽ മീഡിയയുടെ യുഗത്തിലും അദ്ദേഹത്തിന് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നില്ല. യൂട്യൂബിലോ മറ്റോ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അസാധാരണമായ ജീവിതമുണ്ടായിരുന്നിട്ടും ഈ മഹാനായ മനുഷ്യനെക്കുറിച്ച് നമുക്ക് വളരെ കുറച്ചു മാത്രമേ അറിയൂ. ഡോക്ടർ മുഹമ്മദ് കമാൽ ഇസ്മായിൽ ഈജിപ്തിൻ്റെ ചരിത്രത്തിൽ ഏറെ ബഹുമാനിക്കപ്പെട്ട വ്യക്തിയായിരുന്നു. 1908 ജനിച്ച അദ്ദേഹം 2008 അന്തരിച്ചു. അവന്റെ പ്രതിഭ അത്രമേൽ ശ്രദ്ധേയമായിരുന്നു. ഒരു കാലത്ത് അദ്ദേഹത്തെ ലോകത്തിലെ ഏറ്റവും മികച്ച ആർക്കിടെക്റ്റുകളിലും എഞ്ചിനീയർമാരിലും ഒരാളായി കണക്കാക്കിയിരുന്നു. ഹറം ഷരീഫിന്റെ പുനർനിർമ്മാണത്തിന് നേതൃത്വം വഹിക്കാൻ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. ആ സമയത്ത് സൗദി അറേബ്യയിലെ രാജാവായ ഫറാദ് പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും മികച്ച ആർക്കിടെക്റ്റിനെ എന്റെ മുമ്പിൽ കൊണ്ടുവരൂ. ആഗോളതലത്തിൽ നടത്തിയ തിരച്ചിലിനൊടുവിൽ ഡോക്ടർ മുഹമ്മദ് കമാലിനെ മറികടക്കാൻ ആർക്കും കഴിഞ്ഞില്ലെന്ന് കണ്ടെത്തി. അങ്ങനെ ഈ പുണ്യകർമ്മത്തിനായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. എന്നാൽ ഏറ്റവും അത്ഭുതകരമായ കാര്യം അദ്ദേഹം ഒരു പ്രതിഫലവും സ്വീകരിക്കാൻ വിസമ്മതിച്ചു എന്നതാണ്. അദ്ദേഹം വ്യക്തമായി പറഞ്ഞു, ഞാൻ കരാർ ഒപ്പിടും, പക്ഷേ ഒരു പൈസ പോലും എനിക്ക് വേണ്ട. ബിൻ ലാദൻ ഗ്രൂപ്പ് രാജാവിന്റെ നിർദ്ദേശപ്രകാരം ദശലക്ഷക്കണക്കിന് ഡോളറുകൾ വാഗ്ദാനം ചെയ്തപ്പോഴും അദ്ദേഹം നിരസിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഭൂമിയിലെ ഏറ്റവും പുണ്യമുള്ള 2 മസ്ജിദുകൾക്കായാണ് പ്രവർത്തിക്കുന്നത്. എനിക്ക് പണം വേണ്ട. എന്റെ പ്രതിഫലം ഞാൻ അല്ലാഹുവിൻ്റെ എല്ലാ ലോകങ്ങളുടെയും നാഥന്റെ പരലോകത്ത് നിന്ന് തേടുന്നു. സുബ്ഹാനല്ലാഹ്! ഈ പദ്ധതിക്ക് $100 ബില്യൺ ചെലവായി. അദ്ദേഹം ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഡോക്ടർ കമാൽ ഒരു വൻ സമ്പത്ത് സ്വന്തമാക്കിയേനെ. എന്നാൽ അദ്ദേഹത്തിന്റെ വിശ്വാസം അത്ര ദൃഢമായിരുന്നു. ഒരു നാണയം പോലും അദ്ദേഹം സ്വീകരിച്ചില്ല. 44-ാം വയസ്സിൽ അദ്ദേഹം വിവാഹിതനായി. എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ അവരുടെ ഏക മകന്റെ ജനന സമയത്ത് മരിച്ചുപോയതാണ്. അവളുടെ മരണശേഷം അദ്ദേഹം ലൗകികമായ ആഗ്രഹങ്ങളിൽ നിന്ന് പൂർണ്ണമായും പിന്മാറി പരലോകത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതിനുശേഷം അദ്ദേഹം ഒറ്റയ്ക്ക് ജീവിക്കാൻ തീരുമാനിച്ചു. തന്റെ ജീവിതത്തിന്റെ ബാക്കി ഭാഗം അല്ലാഹുവിന്റെ ആരാധനയ്ക്കായി സമർപ്പിച്ചു. അദ്ദേഹത്തിന്റെ അവസാന ശ്വാസം വരെ 100 വർഷത്തെ ദീർഘമായ ജീവിതം അവന് അനുഗ്രഹിക്കപ്പെട്ടു. എന്നാൽ ആ നൂറ്റാണ്ടിന്റെ ഭൂരിഭാഗവും അദ്ദേഹം കഅബയിലെയും മദീന മുനവറയിലെയും പുണ്യസ്ഥലങ്ങൾക്കായി സേവനം ചെയ്താണ് ചെലവഴിച്ചത്. പ്രിയ കാഴ്ചക്കാരെ, മസ്ജിദ് അൽ ഹറമിൽ ഉപയോഗിച്ചിരിക്കുന്ന വെള്ള മാർബിൾ കല്ലുകൾക്ക് പിന്നിൽ ഒരു അത്ഭുതകരമായ കഥയുണ്ടെന്നറിഞ്ഞാൽ നിനക്ക് അത്ഭുതം തോന്നും. അത് നിന്റെ വിശ്വാസത്തെ പുതുക്കും. ഈ കല്ലുകൾ അതീവ മൂല്യവത്താണ്. ഭൂമിയിൽ ഒരു സ്ഥലത്ത് മാത്രമാണ് ഇവ കിട്ടുന്നത്, ഗ്രീസ്. ഈ മാർബിളിന്റെ പ്രത്യേകത തീവ്രമായ ചൂടിലും തറയുടെ താപനില നിയന്ത്രിക്കുന്നു എന്നതാണ്. പുറത്ത് താപനില 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിലെത്തിയാലും ഈ മാർബിളിൽ നിന്ന് നിനക്ക് ചൂട് അനുഭവപ്പെടില്ല. അല്ലാഹു അക്ബർ! ഇത് യഥാർത്ഥത്തിൽ അല്ലാഹുവിൻ്റെ അത്ഭുതകരമായ സൃഷ്ടിയാണ്. ഡോക്ടർ കമാലിന് ഈ കല്ല് എവിടെ നിന്നാണ് ലഭിക്കുന്നതെന്ന് കൃത്യമായി അറിയാമായിരുന്നു. രാജാവ് ഫറാദ് ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിൽ നിന്ന് കേട്ടപ്പോൾ ആ കല്ല് കൊണ്ടുവരാൻ അദ്ദേഹത്തോട് അതിയായി അപേക്ഷിച്ചു. 15 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീസിലേക്കുള്ള ഒരു സന്ദർശനത്തിനിടെ താൻ ഈ മാർബിൾ കണ്ടെത്തിയിരുന്നുവെന്ന് ഡോക്ടർ കമാൽ ഓർത്തു. പക്ഷേ ഇത്ര വർഷങ്ങൾക്ക് ശേഷം ആ കല്ല് ഇപ്പോഴും ലഭ്യമാണോ എന്ന് അവന് ഉറപ്പില്ലായിരുന്നു. അന്ന് ഒരു പ്രത്യേക പർവ്വതത്തിൽ മാത്രമാണ് ഈ മാർബിൾ ലഭ്യമായിരുന്നത്. അദ്ദേഹം അതിൻ്റെ പകുതി പ്രത്യേക ആവശ്യങ്ങൾക്കായി വാങ്ങിയിരുന്നു. എങ്കിലും പ്രതീക്ഷയോടെ അവൻ ഗ്രീസിലേക്ക് യാത്ര തിരിച്ചു. അവിടെ എത്തിയ ഉടനെ അദ്ദേഹം ആ പർവ്വതത്തിന്റെ ഉടമസ്ഥതയെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. കമ്പനിയുടെ CEO അവനോട് പറഞ്ഞു, ആ മാർബിൾ വളരെക്കാലം മുമ്പ് വിറ്റുപോയെന്ന്. ഈ വാർത്ത കേട്ട് ഡോക്ടർ കമാൽ ആഴമായ ആശങ്കയിലായി. പിന്നീട് കമ്പനിയുടെ സെക്രട്ടറിയോട് സംസാരിച്ചപ്പോൾ ബാക്കി മാർബിൾ ആര് വാങ്ങിയെന്ന് കണ്ടെത്താൻ ശ്രമിച്ചു. എന്നാൽ സെക്രട്ടറി വിശദീകരിച്ചു, ഇത്ര പഴയ രേഖകൾ കണ്ടെത്തുക വളരെ ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും ഡോക്ടർ കമാലിന്റെ വിനയവും ആത്മാർത്ഥതയും കണ്ട് സെക്രട്ടറി പറഞ്ഞു,
നിന്റെ ഫോൺ നമ്പറും താമസിക്കുന്ന ഹോട്ടലിന്റെ വിലാസവും തരൂ. 15 വർഷം പഴക്കമുള്ള ഫയലുകൾ പരിശോധിച്ച് എന്തെങ്കിലും കണ്ടെത്താൻ ഞാൻ ശ്രമിക്കാം. ഡോക്ടർ കമാൽ തന്റെ ഫോൺ നമ്പറും ഹോട്ടലിന്റെ വിലാസവും നൽകി തിരികെ ഹോട്ടലിലേക്ക് മടങ്ങി. മാർബിൾ കമ്പനിയുടെ ഓഫീസ് വിടുന്നതിന് മുമ്പ് ഡോക്ടർ മുഹമ്മദ് കമാൽ മനസ്സിൽ ചിന്തിച്ചു, 15 വർഷങ്ങൾക്ക് മുമ്പ് ആരോ ഈ മാർബിൾ വാങ്ങിയെങ്കിൽ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്നിരുന്നാലും അവൻ അല്ലാഹുവിൽ പൂർണ്ണമായ വിശ്വാസമർപ്പിച്ചു. പിറ്റേ ദിവസം വിമാനത്താവളത്തിലേക്ക് പോകുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് കമ്പനിയുടെ സെക്രട്ടറിയിൽ നിന്ന് അവനൊരു ഫോൺ കോൾ ലഭിച്ചു. സെക്രട്ടറി പറഞ്ഞു, 15 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ മാർബിൾ വിറ്റത് ഒരു സൗദി അറേബ്യൻ നിവാസിക്കാണ്. ഈ വാർത്ത കേട്ട് ഞെട്ടിയ ഡോക്ടർ കമാൽ ഒരു നിമിഷം പോലും വൈകാതെ സെക്രട്ടറി നൽകിയ വിലാസവുമായി സൗദി അറേബ്യയിലേക്ക് യാത്ര തിരിച്ചു. അവൻ നേരെ മാർബിളിന്റെ നിലവിലെ ഉടമയെ കാണാൻ പോയി. അവൻ ചോദിച്ചു, 15 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീസിൽ നിന്ന് വാങ്ങിയ മാർബിളിന് എന്ത് സംഭവിച്ചു? ഉടമ പറഞ്ഞു, ഞാൻ ടൈൽ ബിസിനസ്സിലാണ്. ഞാൻ വിവിധ രാജ്യങ്ങളിൽ നിന്ന് മാർബിൾ ഇറക്കുമതി ചെയ്യുകയും വിൽക്കുകയും ചെയ്യുന്നു. പക്ഷേ ആ പഴയ മാർബിളിനെക്കുറിച്ച് എനിക്ക് വലിയ ഓർമ്മയില്ല. എന്റെ സെക്രട്ടറിയോട് ചോദിക്കട്ടെ. അടുത്തുണ്ടായിരുന്ന സെക്രട്ടറി ഓടി വന്ന് പറഞ്ഞു, സർ, 15 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ വാങ്ങിയ മാർബിൾ പർവ്വതം ഇപ്പോഴും അതേപടി നിൽക്കുന്നു. ഞങ്ങളത് വിറ്റിട്ടില്ല, ഒരു പദ്ധതിക്കും ഉപയോഗിച്ചിട്ടില്ല. ഈ വാക്കുകൾ കേട്ടപ്പോൾ ഡോക്ടർ മുഹമ്മദ് കമാൽ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ കരഞ്ഞുപോയി. അപ്പോൾ അവൻ മുഴുവൻ കഥയും ഉടമയോട് പങ്കുവച്ചു. ഈ മാർബിൾ എന്തിനാണ് താൻ തേടുന്നത്? ഇത് അല്ലാഹുവിന്റെ ആലയത്തിനു വേണ്ടിയാണ്. ഈ കല്ലുകളുടെ ആഴമായ പ്രാധാന്യം. പിന്നീട് അവൻ ഉടമയ്ക്ക് ഒരു ശൂന്യമായ ചെക്ക് നൽകി പറഞ്ഞു, നിനക്കിഷ്ടമുള്ള തുക എഴുതൂ. എന്ത് വിലയായാലും ഈ മാർബിൾ കല്ലുകൾ എനിക്ക് തരൂ. മാർബിൾ കമ്പനിയുടെ ഉടമ ഈ കല്ലുകൾ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മസ്ജിദ് അന്നബവിക്കും മസ്ജിദ് അൽ ഹറമിന്റെ ഒരു ഭാഗത്തിനും വേണ്ടിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവന്റെ കണ്ണുകളും നിറഞ്ഞു. അവൻ പറഞ്ഞു, നിന്നെപ്പോലെ ഞാനും ഒരു പൈസ പോലും എടുക്കില്ല. ഞാനും എന്റെ പ്രതിഫലം അന്ത്യനാളിൽ സർവ്വലോകനാഥനായ അല്ലാഹുവിൽ നിന്ന് തേടുന്നു. പിന്നീട് ആ 2 പുരുഷന്മാർ പരസ്പരം ആലിംഗനം ചെയ്ത് കരഞ്ഞു. ഉടമ പറഞ്ഞു, ഈ മാർബിൾ വാങ്ങാൻ എന്നെ പ്രേരിപ്പിച്ചത് അല്ലാഹു, എല്ലാ ലോകങ്ങളുടെയും നാഥനാണ്. ഞാൻ അതിനെക്കുറിച്ച് മറന്നുപോലും. അതായത് മസ്ജിദ് അന്നബവിക്കു വേണ്ടി അല്ലാഹു തന്നെ ഈ മാർബിൾ സംരക്ഷിച്ചിരുന്നു. അവൻ തുടർന്നു, നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വിശുദ്ധ കൈകളാൽ നിർമ്മിച്ച മസ്ജിദാണ് ഇത്. ഇപ്പോൾ ഞാൻ വാങ്ങിയ മാർബിൾ ആ മസ്ജിദിൽ ഉപയോഗിക്കപ്പെടും. കണ്ണീരോടെ അവൻ പറഞ്ഞു, ഈ മസ്ജിദിന്റെ ഓരോ ഇഷ്ടികയും പ്രവാചകൻ തന്നെ അബൂബക്കറിന്റെയും ഉമറിന്റെയും സഹായത്തോടെ സ്വന്തം കൈകളാൽ സ്ഥാപിച്ചതാണ്. ഇപ്പോൾ എന്റെ മാർബിൾ അവിടെ സ്ഥാപിക്കപ്പെടും. അല്ലാഹു അക്ബർ, ഞാൻ എത്ര ഭാഗ്യവാൻ! ചരിത്രരേഖകൾ പറയുന്നത് മസ്ജിദ് അന്നബവിയുടെ നിർമ്മാണത്തിനിടെ പ്രവാചകൻ തന്റെ സഹാബികൾക്കൊപ്പം കല്ലുകൾ ചുമന്നിരുന്നുവെന്നാണ്. സഹാബികൾ സന്തോഷത്തോടെ യാ സഹ എന്ന് ആലപിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിവചിച്ചു, യഥാർത്ഥ വിജയം പരലോകത്തിലാണ്. യാ അല്ലാ, അൻസാറിനും മുഹാജിറിനും കരുണ നൽകണമേ. ഈ മനോഹരമായ മസ്ജിദ് ഇസ്ലാമിന്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. 3 വാതിലുകളും ഓരോ വശത്തും കെട്ടിടച്ചുവരുകളുമുണ്ടായിരുന്നു. അവ ഓടുകളാൽ നിർമ്മിതമായിരുന്നു. തൂണുകൾ ഈന്തപ്പന മരത്തിന്റെ തടികളാൽ നിർമ്മിച്ചവയും മേൽക്കൂര ഈന്തപ്പനയുടെ ശിഖരങ്ങളും ഇലകളും ഉപയോഗിച്ച് നിർമ്മിച്ചവയുമായിരുന്നു. മസ്ജിദിന്റെ നീളം 100 മുഴം കോട്ടമതിലിന്റെ മുൻവശം മുതൽ പിൻവശം വരെ വ്യാപിച്ചിരുന്നു. ഈ മസ്ജിദ് വെറും പ്രാർത്ഥനാ സ്ഥലം മാത്രമല്ലായിരുന്നു, ഇസ്ലാമിക പഠനങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ട ഒരു വിജ്ഞാന കേന്ദ്രമായിരുന്നു. ദഅവ, തബ്ലീഗ് എന്നിവ നടത്തപ്പെട്ടു. ആഗോള മതപരമായ വിഷയങ്ങൾ പരിഹരിക്കപ്പെട്ടു. ഈ മസ്ജിദിന്റെ ഇമാമായിരുന്നത് ഭൂമിയുടെ പ്രകാശവും ലോകങ്ങൾക്കെല്ലാം കരുണയുമായ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമായിരുന്നു. പ്രവാചകന്റെ വിയോഗത്തിനു ശേഷം ഈ ഉത്തരവാദിത്തം അബൂബക്കർ, ഉമർ, ഉസ്മാൻ, മറ്റനേകം സഹാബികൾ എന്നിവർ ഏറ്റെടുത്തു. ഇന്ന് മസ്ജിദ് അന്നബവിയുടെ അന്തിമ രൂപകൽപ്പന പൂർത്തിയാക്കിയത് മഹാനായ ഈജിപ്ഷ്യൻ എഞ്ചിനീയർ ഡോക്ടർ മുഹമ്മദ് കമാൽ ഹുസൈനാണ്. അല്ലാഹു അവന് ജന്നത്തുൽ ഫിർദൗസ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.